ദൈവനാമത്തിന് മാത്രം മഹത്വം ഉണ്ടാകട്ടെ. ഫാക്ടോൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് വീഡിയോ തുടങ്ങുന്നതിന് മുമ്പൊരു ഡിസ്ക്ലെയിമർ പറയാം. ഈ വീഡിയോ ഏതെങ്കിലും ഒരു ആളെ വ്യക്തിപരമായിട്ട് എന്തെങ്കിലും പറയാനുള്ളതല്ല, മറിച്ച് ഒരു ക്രൈസ്തവ സഭാവിഭാഗത്തിൻ്റെ നേതൃത്വ നിരയിലിരിക്കുന്ന ഒരു വ്യക്തി പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ. അദ്ദേഹം ആ സ്ഥാനത്തിരുന്നിട്ട് പറയുമ്പോൾ അത് ഒരുപക്ഷെ ആ സഭയുടെ വോയിസായിട്ട് സ്റ്റേറ്റ്മെൻറ്റായിട്ട് മറ്റുള്ളവർ എടുക്കുമല്ലോ. അപ്പം അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞ കാര്യത്തിന് ബിബ്ലിക്കലായിട്ട് എത്രത്തോളം ശരിയാണ്, അല്ലെങ്കിൽ എത്രമാത്രം അത് മാച്ച് ആവുന്നുണ്ടെന്നുള്ള കാര്യം മാത്രം നോക്കാനാണ് നമ്മൾ ഈ വീഡിയോ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്തായാലും അദ്ദേഹം പറയുന്ന കാര്യങ്ങളൊന്ന് കേൾക്കാം. അപ്പോൾ ഇവിടെ അദ്ദേഹം പറയുന്നത് ഹോമോസെക്ഷൽ ആവുന്നത് ക്രൈം അല്ലെന്നാണ്. അത് ക്രൈമാണെന്ന് നമ്മളാരും വിചാരിക്കുന്നില്ല. അതൊരു കണ്ടീഷനാണ്. ഓക്കെ, ഇപ്പോൾ ജെൻഡർ ഡൈസ്ഫോറിയ എന്ന് പറയുന്നത് ഒരു ക്രൈമാണെന്ന് നമ്മൾ പറയുന്നില്ല. പക്ഷേ ആ അവസ്ഥ നോർമലാണ്, അതൊരു നോർമൽ അവസ്ഥയാണെന്ന് പറഞ്ഞ് ഫലിപ്പിക്കുന്നതും മറ്റുള്ള എല്ലാവരും അതിനെ ഒരു നോർമൽ കാര്യമായിട്ട് കണ്ടുകൊള്ളണം എന്ന് പറയുന്നതും അത് മാത്രമല്ല അതിനെ സെലിബ്രേറ്റ് ചെയ്യണമെന്ന് പറയുന്നതും ഈ അമേരിക്കയിലും കാനഡയിലൊക്കെ അങ്ങനെയുള്ള പല രാജ്യങ്ങളിലും കുഞ്ഞു കുട്ടികൾ പഠിക്കുന്ന നഴ്സറി സ്കൂളിൽ വരെ ഇങ്ങനെയുള്ള കുറേ ആൾക്കാർ കുറേ വേഷമൊക്കെ കെട്ടി അവർക്ക് തോന്നിവാസം കാണിച്ചിട്ട് ഇറങ്ങി പോവുക. അതൊക്കെ നമ്മൾ നോക്കി നിൽക്കണം, അംഗീകരിക്കണം. അങ്ങനെയൊക്കെ പറയുന്നതിനെയാണ് നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്തത്. അതൊരിക്കലും നമുക്ക് ശരിയാണെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഇതൊരു ക്രൈമെന്ന് ആരും പറഞ്ഞിട്ടില്ല. പക്ഷേ ഇതിൻ്റെ പേരിൽ കാട്ടിക്കൂട്ടുന്നതും മറ്റുള്ളവരുടെ മുൻപിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നതിനെയാണ് നമ്മൾ എതിർക്കുന്നത്. ഓക്കെ, ഇനി തുടർന്ന് അദ്ദേഹം പറയുന്നത് എന്താണെന്ന് നോക്കാം. ദൈവം നാം ആയിരിക്കുന്നത് പോലെ തന്നെ നമ്മളെ സ്നേഹിക്കുന്നു എന്നാണ് പറയുന്നത്. ദൈവം സ്നേഹം തന്നെ എന്നും ബൈബിളിലുണ്ടല്ലോ. അപ്പോൾ സ്നേഹത്തിൻ്റെ പേരിൽ നമ്മൾ ഇതെല്ലാം ആക്സെപ്റ്റ് ചെയ്യണം എന്നായിരിക്കാം അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. പക്ഷെ നമ്മൾ ഇങ്ങനൊരു പൊസിഷനിലിരുന്നൊരു കാര്യം പറയുമ്പോൾ നമ്മൾ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ നാം ആയിരിക്കുന്ന, അതിപ്പോൾ ഈ ക്രൈസ്തവ സഭ എന്നല്ല, നമ്മൾ ഏതൊരു പ്രസ്ഥാനത്തിൻ്റെ തലപ്പത്തിരുന്ന് ആ ഒഫീഷ്യൽ പദവിയിൽ ഇരുന്നിട്ട് നമ്മളൊരു കാര്യം പറയുമ്പോൾ നമ്മൾ ആയിരിക്കുന്ന ആ പ്രസ്ഥാനത്തിൻ്റെ ഒരു അടിസ്ഥാന പ്രമാണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അതുമായിട്ട് മാച്ച് ചെയ്യുന്ന പോലെ വേണമല്ലോ നമ്മൾ പറയാൻ. അതുമായി ഒരു മാച്ച് ചെയ്യാത്തൊരു കാര്യം നമ്മൾ പറയാൻ പാടില്ലല്ലോ. നിങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ തന്നെ നിങ്ങളെ ദൈവം സ്നേഹിക്കുന്നു എന്നുള്ളത്, അങ്ങനെ ഒരു കാര്യം ബൈബിളിൽ എവിടെയാണ് പറഞ്ഞിട്ടുള്ളത്? ശരിയാണ്, ക്രിസ്തു നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമ്മെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി ക്രൂശിൽ കയറി നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു, അങ്ങനെ പറയുന്നുണ്ട്. പക്ഷേ അത് നമ്മൾ അങ്ങനെ തന്നെ തുടരാൻ വേണ്ടിയിട്ടാണോ? നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ തന്നെ അങ്ങനെ തന്നെ നമ്മൾ തുടരാൻ വേണ്ടിയിട്ടാണോ കർത്താവ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത്? കർത്താവ് അങ്ങനെ സ്നേഹിച്ചിട്ടുള്ളത് അല്ല. മറിച്ച് നമ്മൾ തെറ്റായ അവസ്ഥയിലാണ് പോകുന്നത്. നിങ്ങളെ രക്ഷിക്കാനുള്ള കാര്യം ഞാൻ ചെയ്തിട്ടുണ്ട്, എന്നാൽ ഇനി നിങ്ങൾ പാപം ചെയ്യരുത്, ഇനി നിങ്ങൾ പഴയ പോലെ ജീവിക്കരുത്, അതിനു വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി ഇഷ്ടംപോലെ വാക്യങ്ങളുണ്ട്, കൽപ്പനകളെല്ലാം ഉണ്ട്. ഒരു എക്സാമ്പിളായിട്ട് ഇപ്പം പത്രോസ് എഴുതിയ 1-ാമത്തെ ലേഖനം അതിൻ്റെ 1-ാം വാക്യത്തിൻ്റെ 14, 15, 16 വാക്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ, പണ്ട് അജ്ഞാനകാലത്തുണ്ടായ മോഹങ്ങളെ മാതൃകയാക്കാതെ വിളിച്ച വിശുദ്ധന് ഒത്തവണ്ണം അനുസരണയുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരാകുവിൻ. ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരാകുവിൻ. അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മളോട് ആയിരിക്കുന്ന അവസ്ഥയിൽ തുടരാനല്ല പറഞ്ഞിരിക്കുന്നത്, മറിച്ച് വിശുദ്ധിയുള്ള ജീവിതം നയിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു മോഷണം നടത്തുന്ന ഒരാളുടെ അടുത്ത് ചെന്നിട്ട് നമ്മൾ പറയുകയാണ്, അതെ കർത്താവ് നിങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് കേട്ടോ, ഇത്തരം പറഞ്ഞ് നമ്മൾ പോന്നു കഴിഞ്ഞാൽ പുള്ളിക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. കാരണം പുള്ളിക്ക് നാളെ മുതൽ യാതൊരു വിഷമമില്ലാതെ തനിക്ക് മോഷണം നടത്താം. അല്ല, ഒരു കൊട്ടേഷൻ എടുക്കുന്ന ആളാണെങ്കിൽ അയാളോട് പറയുകയാണ്, നിങ്ങളെ ദൈവം ആയിരിക്കുന്ന അവസ്ഥയിൽ സ്നേഹിക്കുന്നുണ്ട് കേട്ടോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പോന്നു കഴിഞ്ഞാൽ പുള്ളി അടുത്ത ആഴ്ചയ്ക്ക് 2 കൊട്ടേഷൻ കൂടി എക്സ്ട്രാ പിടിക്കും, അല്ലേ? കാരണം മനസാക്ഷി കുത്തോ ഒന്നും വേണ്ട. അപ്പോൾ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ബൈബിളിൽ എവിടെയും നടത്തുന്നില്ല. അപ്പോൾ ഒരു ക്രൈസ്തവ സഭയുടെ ഉന്നത സ്ഥാനത്തിരിക്കുമ്പോൾ എന്തെങ്കിലും ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയുമ്പോൾ നമ്മളുടെ അടിസ്ഥാന പ്രമാണങ്ങൾ പറയുന്നതുമായിട്ട് എന്തെങ്കിലും ബന്ധമുള്ള രീതിയിൽ വേണം പറയാൻ. ഇനി ഹോമോസെക്ഷാലിറ്റിയെക്കുറിച്ച് പറയുമ്പോഴാണല്ലോ ഇദ്ദേഹം ഇത് പറഞ്ഞത്.
അങ്ങനെയാണെങ്കിൽ ബൈബിൾ ഹോമോസെക്ഷുവാലിറ്റിയെക്കുറിച്ച് ബൈബിൾ തന്നെ എന്താ പറയുന്നത്? അതിനെ ഏത് നിലയിലാണ് ബൈബിൾ അത് എടുക്കുന്നത്? പുതിയ നിയമത്തിൽ തന്നെ റോമാലേഖനം 1-ാം അധ്യായത്തിൻ്റെ 27-ാമത്തെ വാക്യത്തിൽ പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാം. അവണ്ണം പുരുഷന്മാരും സ്വാഭാവിക സ്ത്രീഭോഗം വിട്ട് അന്യോന്യം കാമം ജ്വലിച്ച് ആണോട് ആൺ അവലക്ഷണമായത് പ്രവർത്തിച്ചു. എന്ന് വെച്ചാൽ ഇതൊരു ലക്ഷണം കെട്ട പരിപാടിയായിട്ടാണ് ബൈബിൾ പറയുന്നത്. അപ്പോൾ ബൈബിൾ അങ്ങനെ പറഞ്ഞിരിക്കെ ഇതെല്ലാം ഓക്കെയാണ്, ഇതെല്ലാം സ്നേഹമാണ്, ഇതെല്ലാം ദൈവത്തിൻ്റെ മക്കളാണ്, അതുകൊണ്ട് കുഴപ്പമില്ല, അവരായിരിക്കുന്ന അവസ്ഥയിൽ നമ്മളവരെ എംബ്രേസ് ചെയ്യണം എന്നുള്ള അർത്ഥത്തിൽ പറയുന്നത് ബൈബിളുമായിട്ട് എന്താ ബന്ധം ഇങ്ങനെ പറയുന്നതിന്? അപ്പോൾ ശരിക്കും ഇവരോട് സ്നേഹം ഉണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യണ്ടേ? അയ്യോ നിങ്ങൾക്ക് അത് നല്ലതല്ല, നിങ്ങളുടെ ലൈഫിന്, നിങ്ങളുടെ മുമ്പോട്ടുള്ള ജീവിതത്തിന് ശരിയായൊരു കുടുംബജീവിതം ആസ്വദിക്കാനോ സന്തതികൾ ഉണ്ടാകുവാനോ ഒന്നും നിങ്ങൾക്ക് പറ്റില്ല. നിങ്ങൾക്ക് ശരിയായൊരു കുടുംബജീവിതം ആസ്വദിക്കാൻ പറ്റില്ല എന്നല്ലേ പറയേണ്ടത് ശരിക്കും സ്നേഹം ഉണ്ടെങ്കിൽ. അപ്പോൾ ഇനി ഇതെല്ലാം പറയുമ്പോൾ ചിലപ്പോൾ ഈ മതമില്ലാത്ത കുറേ ആൾക്കാർ ഇതൊക്കെ കേൾക്കുമ്പോൾ ബൈബിളിലെ ദൈവത്തിൻ്റെ സ്നേഹം അല്ലെങ്കിൽ സ്നേഹമുള്ള ദൈവത്തിൻ്റെ വാക്കുകൾ എങ്ങനെയൊക്കെയാണ്, സ്നേഹത്തെക്കുറിച്ച് പഠിപ്പിക്കുന്ന ബൈബിളിൽ ഇതിന് അവലക്ഷണമായിട്ടുള്ളതെന്നൊക്കെ എഴുതി വച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ചിലപ്പം ചില ആൾക്കാർ വരും. അപ്പോൾ അവരോട് ഒരു വാക്കുകൂടെ പറഞ്ഞിട്ട് ഞാനിത് ഈ വീഡിയോ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാം. ഈ ദൈവമില്ല നിരീശ്വരന്മാരായിട്ട് നടക്കുന്നവരുടെ പ്രധാനപ്പെട്ട സിദ്ധാന്തം എന്ന് പറയുന്നത് പരിണാമ സിദ്ധാന്തമാണല്ലോ. ദൈവമല്ലല്ലോ ഇതൊന്നും സൃഷ്ടിച്ചത്. അപ്പോൾ പരിണാമ സിദ്ധാന്ത പ്രകാരമാണല്ലോ എല്ലാം ഉണ്ടായിട്ട് വന്നത്. ഈ പരിണാമ സിദ്ധാന്തം അനുസരിച്ചിട്ട് ഒരു സ്പീഷീസ്, ഒരു ജീവവർഗം സർവൈവ് ചെയ്യാൻ, മുൻപോട്ട് പോകാൻ വേണ്ട ഏറ്റവും ഫണ്ടമെൻ്റലായിട്ടുള്ള, ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള അവയുടെ കഴിവുകളെ അല്ലെങ്കിൽ ഗുണങ്ങളെ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കഴിവെന്ന് പറയുന്നത് എബിലിറ്റി ടു റീപ്രൊഡ്യൂസ് ആണ്. എന്ന് പറഞ്ഞാൽ സന്താനോൽപാദനം നടത്താൻ പറ്റണം. ഇപ്പം നമ്മുടെ മനുഷ്യവർഗത്തിലെ ഒരു നല്ല ശതമാനം ഹോമോസെക്ഷൽസ് ആണെങ്കിൽ അവർക്ക് ഈ ക്വാളിറ്റി ഉണ്ടാവില്ല, സന്താനോൽപാദനം നടക്കില്ല. അങ്ങനെയാണെങ്കിൽ ഈ മനുഷ്യൻ എന്ന സ്പീഷീസ് എത്ര നാൾ മുമ്പോട്ട് പോവില്ല. പിന്നെ സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്ന് പറയുന്ന ഒരു സിദ്ധാന്തത്തിൽ ഇവരൊക്കെ ഭയങ്കര ഒത്ത ആളുകളായിട്ടായിരിക്കുമോ ആ സ്പീഷീസിലുള്ള മറ്റു ജീവികൾ എടുക്കുക? അല്ലല്ലോ. മറിച്ച് അവരുടെ ആ സ്പീഷീസിൻ്റെ മുമ്പോട്ടുള്ള പോക്കിന് യോജിക്കാത്ത, ഒട്ടും ലക്ഷണമില്ലാത്ത കൂട്ടം എന്നുള്ള രീതിയിൽ തന്നെയല്ലേ എടുക്കുള്ളൂ. ഇത് ഞാൻ പറഞ്ഞതല്ല. പരിണാമ സിദ്ധാന്തത്തിൻ്റെ ഇതനുസരിച്ചും സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു വ്യൂ എടുത്തിട്ടുമാണ് ഈ പറയുന്നത്. ആ അടിസ്ഥാനത്തിൽ ഒരിക്കലും ഈ ഒരു സിദ്ധാന്തത്തിന് ചേരുന്ന ഒരു രീതിയല്ല ഹോമോസെക്ഷാലിറ്റി എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് ബൈബിളിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ നേരത്തെ വായിച്ചപ്പോൾ ഇവർ ഭയങ്കര മോശക്കാരാണ്, അല്ലെങ്കിൽ ഇത് ഭയങ്കര ഇങ്ങനെയുള്ളവരോടൊക്കെ വളരെ ക്രൂരമായും അവരെ മോശമായും ചിത്രീകരിക്കുന്നു എന്നൊന്നും പറയാൻ പരിണാമ സിദ്ധാന്തത്തിൽ പൊക്കിക്കൊണ്ട് നടക്കുന്ന ആർക്കും ഒരു റൈറ്റും ഇല്ല. അപ്പോൾ മറ്റേത് ദൈവം അവരെയൊക്കെ സ്നേഹിച്ച് അവരുടെ ഇതിൽ നിന്ന് മാറ്റി അവരെ നല്ല ഇതിലേക്ക് കൊണ്ടുവരാനാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് പ്രകാരം അതിനൊക്കെ തള്ളിക്കളയുക, അത് നമ്മുടെ സ്പീഷീസിന് ഫിറ്റല്ല എന്നും പറഞ്ഞ് തള്ളിക്കളയലേ ഉള്ളൂ. അവിടെ മാനസിക പരിഗണന അതൊന്നും ഇല്ല അവിടെ. അപ്പോൾ അതേക്കുറിച്ചൊന്നും സംസാരിക്കാൻ അവർക്ക് എന്തായാലും പറ്റില്ല. അപ്പോൾ പറഞ്ഞപ്പോൾ ഞാനത് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ പറഞ്ഞു വരുന്നത്, ഒന്നാമത് ഹോമോസെക്ഷാലിറ്റി എന്ന് പറയുന്നത് ഒരു ക്രൈമാണെന്ന് നമ്മൾ പറയുന്നില്ല. അങ്ങനെ ഒരു ബുദ്ധിമുട്ടുള്ളവർക്ക്, അങ്ങനെ ഒരു പ്രശ്നമുള്ളവരോട് നമുക്ക് യാതൊരു വിരോധവുമില്ല. അവരോട് സ്നേഹം മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങളത് ട്രീറ്റ്മെൻറ്റ് എടുക്കുക, പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് എടുക്കുക, അതിന് ശരിയായ നിലയിലേക്ക് നിങ്ങൾ മാറുക. ശരിയായൊരു കുടുംബജീവൻ നിങ്ങൾക്ക് ഉണ്ടാവട്ടെ എന്നാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുകയും അതിനു വേണ്ടിയാണ് ഞങ്ങൾ പറയുകയും ചെയ്യുന്നത്. രണ്ടാമത്തെ കാര്യം, ഒരു ക്രൈസ്തവ സഭയുടെ ഒരു ടോപ്പ് പൊസിഷനിലൊക്കെ ഇരുന്നിട്ട് ബൈബിളുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത രീതിയിൽ ഇങ്ങനെ നമ്മളുടെ വ്യക്തിപരമായ താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ആ പൊസിഷനിൽ ഇരുന്നു കൊണ്ട് ആ പൊസിഷനിൽ ഇരിക്കുന്ന സമയത്ത് തന്നെ ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റ് നടത്തി കഴിഞ്ഞാൽ അതൊരിക്കലും അംഗീകരിക്കാൻ പറ്റുന്നതല്ല. ബൈബിളിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങളിൽ വിശ്വസിക്കുന്ന ഒരാൾക്കും, അത് സഭാഭേദമന്യേ തന്നെ ആർക്കും അത് അംഗീകരിക്കാൻ പറ്റില്ല. സോ അത്രയും പറഞ്ഞുകൊണ്ട് ഇന്ന് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.